നമ്മളൊക്കെ പറയാറുണ്ട്, എനിക്കിത് ചെയ്യാനായിട്ട് മോട്ടിവേഷൻ തോന്നുന്നില്ല, എനിക്കതങ്ങോട്ട് ചെയ്യാൻ തോന്നുന്നില്ല, ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒരു മോട്ടിവേഷൻ വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഞാനും പണ്ടൊക്കെ ഇങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അതായത് നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ, ഒരു കാര്യത്തിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ എനിക്ക് എന്നും ആ കാര്യം ചെയ്യാനായിട്ട് തോന്നണം, അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിരിക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ മനസ്സിലാക്കി, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പീച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സക്സസ് സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അത് ചിലപ്പം ഫ്യൂ അവേഴ്സ്, മേ ബി ഫ്യൂ ഡേയ്സ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് മോട്ടിവേഷനിൽ റിലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങും എത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം മിക്ക ദിവസവും ആ മോട്ടിവേഷൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കാര്യം ചെയ്യാനായിട്ട് തോന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ നിർത്തിയാൽ പിന്നെ നമ്മുടെ ഗോള് പോയില്ലേ. അപ്പോൾ ഞാൻ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ലൈഫിലേക്ക് ജസ്റ്റ് റിസർച്ച് ചെയ്ത് നോക്കി, അവരുടെ വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ഫാക്ടറുണ്ട്. ഇവരാരും ഇവരുടെ ടാർഗറ്റ് ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് മോട്ടിവേഷൻ റിലേ ചെയ്യുന്ന ആൾക്കാരല്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. ഫീലിങ്സിൽ നമ്മൾ റിലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവരുടെ വീഡിയോസ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ലെജൻഡറി ബോക്സറുണ്ട്. പുള്ളിയുടെ ഒരു കോട്ടുണ്ട്. അപ്പോൾ അതിൽ മച്ചാൻ പറയുന്നത് ഇങ്ങനെയാണ്: I hated every minute of training, but I said to myself, don't quit, suffer now and live the rest of your life as a champion. അതായത് ഇത്ര അടിപൊളി ബോക്സറായിട്ട് പോലും പുള്ളിക്കും ട്രെയിനിങ് ഇഷ്ടമല്ല. കാരണം ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫിക്കൽട്ടാണ്, സഫറിങ് ആണ്. അപ്പം പുള്ളിക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല, പക്ഷേ പുള്ളി എല്ലാ ദിവസവും ഇഷ്ടമല്ലെങ്കിലും അതങ്ങ് ചെയ്യും. അപ്പോൾ എന്തിനാണ്? പുള്ളിക്കാരെ അത് ചെയ്താൽ മാത്രമാണ് പുള്ളിയുടെ ആ ഗോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഒരു അടിപൊളി ബോക്സർ ആവാനും പറ്റുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിൽ പുള്ളി ജിമ്മിൽ പോകുന്ന കാര്യമൊക്കെ ഇൻ്റർവ്യൂർ ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും ജിമ്മിൽ പോകാൻ ഇഷ്ടമാണോ എന്നൊക്കെ ഇൻ്റർവ്യൂർ ചോദിക്കും. അപ്പോൾ റൊണാൾഡോ പറയും, നോബഡി ലൈക്സ് ടു ഗോ ടു ദി ജിം എവറി ഡേ, ബട്ട് യു ഗോ എനിവേ. അതായത് ബിക്കോസ് ഇറ്റ്സ് നെസസറി. ജിമ്മിൽ പോകാണ്ടിരുന്ന മച്ചാൻ്റെ ഫിറ്റ്നസ് പോവും, അപ്പോൾ ഗെയിമിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ തോന്നിയാലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും പുള്ളി പോവും. ഈവൻ ബർത്ത്ഡേസിൽ പോലും, അങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സിൽ പോലും പുള്ളി പോകാൻ നോക്കുന്നതാണ് ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കൊരു ഗോൾ, ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് ഒരിക്കലും മോട്ടിവേഷനിൽ റിലേ ചെയ്യരുത്. കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഫ്ലീറ്റിംഗ് ആണ്, ഫീലിംഗ് ആണ്. നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുന്നത്, കാരണം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ടെമ്പററി പ്ലഷേഴ്സിന് ഡ്രിവൺ ആണ്. അത് അച്ചീവ് ചെയ്യാൻ നോക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ബോഡിയുടെ ടെൻഡൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എപ്പോഴും ജങ്ക് ഫുഡ് കഴിക്കാനായിരിക്കും, ജങ്ക് ഫുഡ്, ഹെൽത്തി ഫുഡ് ഉണ്ടെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കാനായിരിക്കും ബോഡി നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ ഇപ്പോൾ റീൽസ് സ്ക്രോൾ ചെയ്യാനും അതേസമയം വേറെ നമുക്ക് എക്സാമിന് പഠിക്കാനും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് റീൽസ് കാണാൻ, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ, അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കാനായിരിക്കും. പഠിക്കാൻ നമുക്ക് തോന്നില്ല, അതിന് ചാൻസ് ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ പറ. പക്ഷേ നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി എന്ന് പറയുന്നത് എപ്പോഴും എളുപ്പമുള്ള കാര്യം ചെയ്യാനായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മളൊരു ഡിഫിക്കൽട്ട് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ ഫീലിങ്സിനെ റിലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് സക്സീഡ് ചെയ്യത്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു കാര്യത്തിൽ മാസ്റ്ററി അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ അവേഴ്സ് അല്ല, വീക്സ് അല്ല, ഇയേഴ്സിൻ്റെ എഫേർട്ട് അവിടെ വേണ്ടി വരും. ഒരു നല്ലൊരു ലെവലിൽ ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ എത്തണമെങ്കിൽ. അപ്പോൾ അവിടെ മോട്ടിവേഷൻ റിലേ ചെയ്താൽ നമ്മൾ എങ്ങും എത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കോമൺ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാണ്: ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. രാവിലെ എണീക്കണം എല്ലാ ദിവസവും എന്നൊക്കെ പറഞ്ഞ് റുട്ടീൻ ഉണ്ടാവണം. അതൊന്നുമല്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല, വേറൊരു കാര്യം ചെയ്യാനാണ് തോന്നുന്നത് എങ്കിലും നമുക്കറിയാം ഇത് നെസസറിയാണ്, ഇത് ചെയ്യണം, അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. നമ്മുടെ ബോഡിയെ ഓവർറൈഡ് ചെയ്ത്, നമ്മുടെ ഇമ്പൾസിനെ ഓവർറൈഡ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ഡിസിപ്ലിൻ. അല്ല, മൈക്ക് ടൈസൻ്റെ ഒരു കോട്ടുണ്ട്: ഡൂയിങ് ദ തിങ് യു ഹേറ്റ് ടു ഡു ബട്ട് ഡൂയിങ് ഇറ്റ് ലൈക്ക് യു ലവ് ഇറ്റ്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ആ കാര്യം ചെയ്യുന്നു. അതാണ് സിംപ്ലി പറഞ്ഞാൽ ഡിസിപ്ലിൻ. അപ്പോൾ ഈ ഒരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലും ഈസിലി സക്സീഡ് ചെയ്യാൻ പറ്റും. കാരണം പിന്നെ നിങ്ങളെ ഡിസിപ്ലിൻ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന നിങ്ങളുടെ ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ നമ്മളെന്താണ് നമ്മുടെ മനസ്സിലൊരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എങ്ങനെ ഫീൽ ചെയ്താലും നമ്മൾ അത് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു സ്കില്ലെന്ന് പറയുന്നത് ഇത് പെട്ടെന്നുണ്ടാകുന്നതല്ല. നമ്മൾ ഓവർ ടൈം ചെറിയ ചെറിയ കാര്യങ്ങൾ, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു മസിൽ പോലെയാണ്. നമ്മൾ ജിമ്മിൽ മസിൽസ് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എങ്ങനെയായിരിക്കും? വീക്കായിരിക്കും. ഓവർ ടൈം ദേ ഗെറ്റ് സ്ട്രോങ്ങർ. അങ്ങനെ നമ്മൾ ഈ ഡിസിപ്ലിൻ, ഇങ്ങനെ നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വിൽ പവർ, മസിൽ എന്ന് പറയുന്നത് സ്ട്രോങ് ആയി വരും. അപ്പോൾ പിന്നെ നമുക്ക് തോന്നുന്ന ഇമ്പൾസസ്, ബോഡിയുടെ ഇമ്പൾസസ് റിജക്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് കുറച്ചുകൂടെ കൂടും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഡിസിപ്ലിനും കൂടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ടൈം നമുക്ക് വലിയ വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് എന്ത് ഫീൽ ചെയ്താലും പിന്നെ നമ്മുടെ ഫീലിങ്സ് ആയിരിക്കില്ല നമ്മളെ ഡ്രൈവ് ചെയ്യുക, നമ്മളായിരിക്കും നമ്മുടെ ബോഡിയെ ഡ്രൈവ് ചെയ്യുക. ആൻഡ് വി വിൽ ഡ്രൈവ് അവർ ഡിസിഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ദ ബോഡീസ് ഇമ്പൾസസ് ഡ്രൈവിങ് അസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് പറയാൻ തോന്നിയത്. കാരണം ഒത്തിരി പേര് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് മോട്ടിവേറ്റഡ് അല്ല എന്നുള്ളത്. അപ്പം ഒരിക്കലും മോട്ടിവേഷനിൽ റിലേ ചെയ്യരുത്.
റിലൈ ഓൺ ഡിസിപ്ലിൻ. നിങ്ങളൊരു കാര്യം ചെയ്യണോ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫീലിംഗ് എന്താണോ, ഡോണ്ട് ഡു വാട്ട് യു ഫീൽ ലൈക്ക് ബട്ട് ഡു വാട്ട് ഈസ് നെസസറി റിഗാർഡ്ലെസ് ഓഫ് ഹൗ യു ഫീൽ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, ഏത് ഫീൽഡിലും മാസ്റ്ററി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.